Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. റേഷൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ വിതരണം നിലച്ച അവസ്ഥയിൽ. സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. ഇതോടെ കേരളത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായും താറുമാറാകും. പാണപ്പുഴ മേനോൻകുന്ന് കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. തകർന്ന റോഡുകളും പൊടിശല്യവും കാരണം പൊറുതിമുട്ടി റോഡിനിരുവശത്തെയും ജനങ്ങൾ. പയ്യന്നൂരിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. ജനുവരി 25, 26 തീയതികളിലാണ് KSTA ജില്ലാ സമ്മേളനം നടക്കുന്നത്. കൗതുകമായി മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ റേഡിയോ. വിനോദ് പെരളം രൂപകൽപ്പന ചെയ്ത റേഡിയോ മാതമംഗലം ബസാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. റേഷൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ വിതരണം നിലച്ച അവസ്ഥയാണ്. സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരം തുടങ്ങുകയാണ്. ഇതോടെ കേരളത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായും താറുമാറാകും. കേരളത്തിലെ ഭൂരിഭാഗം റേഷൻ കടകളും ഇപ്പോൾ അടച്ചിടേണ്ട അവസ്ഥയിലാണല്ലേ? അതായത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സമരത്തിലാണ്. ഇതേ തുടർന്ന് നമ്മുടെ റേഷൻ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ആശ്രയിക്കുന്ന ഒന്നാണ് റേഷൻ കടകൾ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലൊരു സമരം വരുമ്പോൾ, സാധനങ്ങൾ കിട്ടാതെയാവുമ്പോൾ അത് വലിയ തോതിലാണ് ജനങ്ങളെ ബാധിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സാധാരണക്കാരന്റെ അന്നം മുട്ടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, മാസം തീരാൻ വേണ്ടി പോവുകയാണ്. ഈ മാസത്തെ അരി പിന്നീട് നമുക്ക് കിട്ടില്ല. അപ്പോൾ വളരെ പൊതുമാർക്കറ്റിലാണെങ്കിൽ നമുക്ക് വില കുതിച്ചിരുന്നൊരു സാഹചര്യമാണ്. 50 രൂപക്ക് അടുത്ത് എത്തിയിരിക്കുന്ന അരിയുടെ വില. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഉള്ളത് മാതമംഗലത്താണ്. ഇവിടുത്തെ റേഷൻ കടയിലും അതുപോലെ തന്നെ നാട്ടുകാരോടും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു. എന്ത് തോന്നുന്നു, ഇപ്പൊ ഈ റേഷൻ കടയിലൊക്കെയും തന്നെ സാധനങ്ങളൊക്കെയും കിട്ടാത്തൊരവസ്ഥയാണ് കുറെ നാളുകളായിട്ടുള്ളത്. ഇപ്പൊ ഈ മാസം കഴിയാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോ എന്താണ് അവസ്ഥ? എന്താ ഇപ്പോൾ കുറേയൊക്കെ ഒരു മാസത്തോളമായി ഗോഡൗൺ സമരം അതെല്ലാമായിട്ട് ഇപ്പോൾ 27-ാം തീയതി മുതൽ നമ്മുടെ റേഷൻ കടക്കാരും സമരത്തിലാണ്. അപ്പോൾ സാധനങ്ങൾ ഇപ്പോഴില്ല. അധികം ആളുകളും വന്ന് മടങ്ങിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. ഒരു സാധനവും ഇല്ല. ഇപ്പോൾ ഇവിടെയും ഇല്ല, നമ്മളെ ഇപ്പോഴത്തെ തൊട്ടടുത്ത റേഷൻ കടയിലും ഇല്ല. സാധാരണ അരി വാങ്ങുന്ന റേഷൻ കടയിൽ നിന്ന് അല്ലേ? അതേ റേഷൻ കടയിൽ നിന്ന്. ഞാനിനി പിന്നെ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടുത്തേക്ക് അരി മേടിക്കാൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ റേഷൻ കട കാണുമ്പോൾ തന്നെ ഒന്നും ചോദിക്കാൻ തോന്നാത്തൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ചോദിക്കുന്ന നമുക്ക് റേഷൻ കട ഉടമ അവർ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 27-ാം തീയതി 28-ാം തീയതി മുതൽ ഇവരും സമരത്തിലാണ്. അപ്പോൾ ഈ മാസം നമുക്ക് അരി കിട്ടിയില്ല. അടുത്ത മാസം ഇത് കൂട്ടിക്കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടത്തില്ല. 4ാമത്തെ പ്രാവശ്യം ഞാനിപ്പോൾ ഇത് വന്നിട്ട് മടങ്ങി പോകുന്നത്. അതായത് നമുക്ക് പുറത്തുനിന്ന് അരി വാങ്ങിയിട്ട്, കരിഞ്ചന്തയിൽ നിന്ന് അരി വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട അവസ്ഥ. കരിഞ്ചന്തയിലാണെങ്കിൽ അരിക്കാണെങ്കിൽ ഓരോ ദിവസം വില കൂടിക്കൂടി വരുന്നു. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു വിലയിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ശാന്തനി, നമുക്ക് ഇതുമായി കൂടുതൽ അറിയാൻ ഇതുമായി ബന്ധപ്പെട്ട റേഷൻ കട വ്യാപാരികളുമായി എപ്പോഴാണ് ഈ സമരം തുടങ്ങിയത്, എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറയട്ടെ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നേതാവ് കൂടിയായിട്ടുള്ള തമ്പാനാട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. തമ്പാനാട്ട,
എന്താണ് ഇപ്പോഴത്തെ സമരം, എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? നിലവിലിപ്പോൾ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ, അതായത് നമ്മൾ NFS ഗോഡൌണുകളിൽ നിന്നും കേരളത്തിലെ എല്ലാ റേഷൻ കടകളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്. ആ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർക്ക് കഴിഞ്ഞ 3 മാസക്കാലമായി അവരുടെ ട്രാൻസ്പോർട്ട് തുക നൽകാത്തത് കൊണ്ട് തന്നെ കോടികളാണ് അവരുടെ ട്രാൻസ്പോർട്ട് വകയുള്ളത് കുടിശ്ശികയായി കിടക്കുന്നത്. അത് നൽകാത്തത് കൊണ്ട് തന്നെ ഈ മാസം 1-ാം തീയതി മുതൽ NFSകളിൽ നിന്ന്, അതുപോലെ FCയിൽ നിന്ന് NFSയിലേക്കും NFSയിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള ചരക്ക് നീക്കത്തിന് അവർ തയ്യാറല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്തു വെച്ചിട്ടുള്ള ചില കടകളിൽ കുറച്ച് ഭക്ഷ്യധാന്യങ്ങളുണ്ടാവും. അതിപ്പോൾ എല്ലാ കടകളിലും കാലിയായിരിക്കാൻ വിറ്റു തീർന്നിരിക്കും. ഏതാണ്ട് 40% താഴെ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട സാധനം മാത്രമാണ് 1-ാം തീയതി ബാലൻസ് ഉണ്ടായത്. ഇപ്പോൾ പൂർണ്ണമായും കേരളത്തിലെ 90% കടകളിലും ഈ കടയിലെ അതേ അവസ്ഥയാണുള്ളത്. 1 കിലോ പോലും ഭക്ഷ്യധാന്യം നൽകാൻ ആവാത്ത സ്ഥിതി. നിരന്തരം ആളുകൾ വന്ന് നമ്മോട് വളരെ പ്രയാസപ്പെട്ട്, വളരെ പാവപ്പെട്ട ജനവിഭാഗമാണ് ഈ റേഷൻ കടയെ ആശ്രയിക്കുന്നത്. ആ ജനവിഭാഗം റേഷൻ കടയിൽ വന്ന് അവർ മടങ്ങിപ്പോകുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ അതിനേക്കാളും വലുതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ കേരളത്തിൽ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരം. ആ വിഷയത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അവരുടെ കുടിശ്ശിക തീർക്കാത്തത് കൊണ്ട് തന്നെ അവർ പണിമുടക്കിലാണത്. ഈ മാസം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തുക അനുവദിച്ചു എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നീട് ആ തുക എന്താണ്, ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകാനുള്ള തുകയുടെ 1/3, അതായത് 50 കോടി രൂപ അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ 50 കോടി രൂപ ലഭിച്ചാൽ അവർ സമരത്തിന് പിൻവാങ്ങാൻ തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ സംഘടനാ നേതാക്കന്മാർ പറയുന്നത് 50 കോടി സപ്ലൈകോ എന്ന് കരാർ കൊടുക്കും. സപ്ലൈകോക്ക് ധനകാര്യ വകുപ്പ് കൈമാറിയെങ്കിലും 21 കോടി രൂപ മാത്രമാണ് കരാറുകാരുടെ കുടിശ്ശികയായി തീർക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി 29 കോടിയും സപ്ലൈകോ ഇവർക്ക് കൈമാറാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും നിലവിൽ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ പ്രശ്നം ഇപ്പൊ ഏകദേശം ഈ ഒരു മാസം കഴിയാറായല്ലോ അല്ലെ? ഇപ്പൊ 27-ാം തീയതി ആയി, ഈ ഒരു മാസം കഴിയുകയാണ്. അപ്പോ ഈ ഒരു മാസത്തെ റേഷൻ എന്ന് പറയുന്നത് ഏകദേശം എത്ര ശതമാനം കൊടുത്തു തീർത്തിട്ടുണ്ടാവും? 40% ആളുകൾക്ക് മാത്രമേ റേഷൻ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ കേരളത്തിലുണ്ടായി. ഒട്ടാകെ പരിശോധിച്ച് 40%. എന്നാൽ ചില കടകളിൽ അതിനനുസരിച്ച് വേരിയേഷൻ 20% കടകൾ വിതരണം ചെയ്ത കടകളും ഉണ്ടാവും, ഒരു 60% വിതരണം ചെയ്ത കടകൾ. അതായത് സ്റ്റോറേജ് സംവിധാനത്തിനനുസരിച്ചിട്ട് മുൻകൂട്ടി കഴിഞ്ഞ മാസം തന്നെ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ എടുത്തു വെച്ച കടകളാണെങ്കിൽ അവിടെ ഒരു 60% പൂർത്തീകരിച്ചിട്ടുണ്ടാവും. എന്നാൽ പല കടകളുടെ അവസ്ഥ ഭീമമായ വാടക നൽകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിലെ സ്റ്റോറേജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, ഗോഡൌൺ സൗകര്യം ഇല്ലാത്തതും, ചെറിയ രീതിയിലുള്ള റേഷൻ കടകളൊക്കെ ആവുമ്പോൾ തന്നെ ഗോഡൌൺ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അവർ ആ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കാലയളവിലേക്ക് മാത്രം സാധനങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയായിരിക്കുമല്ലോ. അപ്പൊ ഒട്ടേറെ റേഷൻ കടകളിൽ ഇപ്പോഴും 40% പോലും കൊടുത്തു തീർന്നിട്ടുണ്ടാവില്ല അല്ലെ? കാരണം ഇത്രയും വലിയൊരു പ്രശ്നം, ജനങ്ങളെ അന്നം മുട്ടിക്കുന്ന പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ഓൺലൈനായിട്ടാണ് ഇത് നമ്മളുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. ആ ചർച്ചയും പൂർണ്ണമായും പരാജയപ്പെടുകയുണ്ടായി. എന്തായാലും ചർച്ചകളൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതായത് സാധാരണക്കാരന്റെ അന്നം മുട്ടുന്ന രീതിയിലേക്ക് കേരളത്തിലെ റേഷൻ കട സംവിധാനം കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കപ്പെടേണ്ടത് ബന്ധപ്പെട്ട സർക്കാരുകളുടെ ഇടപെടൽ കാര്യമായിട്ട് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. 2025 തുടക്കം മുതലേ ഈ ഒരു അവസ്ഥയിലാണ് റേഷൻ കടകളൊക്കെയും താഴേക്കടയിലുള്ള ജനങ്ങൾക്കൊക്കെയും അത്രയേറെ ഉപകാരപ്പെടുന്ന ഒരു റേഷൻ കടയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഈ ഒരു മാസം 27-ാം തീയതി മുതൽ റേഷൻ കട വ്യാപാരികൾ കൂടെ സമരത്തിലേക്ക് ഇറങ്ങിയാണ്. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരും എല്ലാവരും ഒരേ സ്വരത്തോടു കൂടി പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. രാമന്തള്ളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മൂലക്കീൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ. ഭൂമി ഏറ്റെടുക്കലിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഇഴഞ്ഞു നീങ്ങുകയാണ്. രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലക്കോട് പുഴയ്ക്കു കുറുകെ മൂലക്കീൽ കടവിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള മൂലക്കീൽ കടവ് പാലത്തിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടുപോവുകയാണ്. അനുകൂലമായ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തനം ഇനിയും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. 2008 കുന്നരുവിലെ സാമൂഹ്യ പ്രവർത്തകനായ കൊയക്കീൽ രാഘവൻ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അപേക്ഷ നൽകിയിരുന്നു. 2008 സർവേക്കു വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ 5,10,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. 2009 ഫെബ്രുവരി 16 അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പദ്ധതി വിഹിതം അനുവദിക്കുകയും ചെയ്തിരുന്നു. എസ്റ്റിമേറ്റ് തുക മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ നടപടിക്ക് സർക്കാർ ഉത്തരവിട്ടു. ബോറിംഗ് അടക്കമുള്ള നടപടികൾ 2009 സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലയളവിലൊന്നും ഡിസൈൻ അംഗീകരിക്കുകയോ ഭരണാനുമതി ലഭിക്കുകയോ ചെയ്തില്ല.
തുടർന്ന് 2011 മെയ്യിൽ അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ കാലത്താണ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കി ഡിസൈൻ അംഗീകരിച്ചത്. 14 കോടി 20 ലക്ഷം രൂപയുടെ DPR ഭരണാനുമതിക്കു വേണ്ടി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. 2012 ഡിസൈൻ അംഗീകരിച്ച് ഭരണാനുമതി ലഭിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നത്. പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലക്കോട് പുഴ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഡിസൈൻ മാറ്റേണ്ടതാണെന്നും രേഖാമൂലം ലെറ്റർ നൽകി. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സൈറ്റ് പരിശോധിച്ചു. അതോടുകൂടി അദ്ദേഹം പറഞ്ഞത് കുന്നൊരു ഭാഗത്ത് ഒരു ലാൻഡ് സ്പാനും കൂടെ കൂടുതലായിട്ട് കൊടുക്കണം, മണ്ണ് ഒന്ന് പുനഃപരിശോധിക്കണം, അതായത് ബോറിങ് നടത്തണം. അപ്പോൾ അതിൻ്റെ എല്ലാം നടപടികൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കരാറും കാര്യങ്ങളും അതൊരു കമ്പനിക്കാണ്, ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് അത് കരാർ കൊടുത്തത്. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ മാടായി രാമന്തളി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ഇത് മാത്രമല്ല, കല്യാശ്ശേരി മാടായി പഞ്ചായത്തുകൾ, കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം. അപ്പോൾ ഒരുപാട് ജനസംഖ്യയും കാര്യങ്ങളും ആദ്യം തന്നെ എഞ്ചിനീയർമാർ എഴുതിയ റിപ്പോർട്ട് വളരെ അനുകൂലമാണ്. ജനസംഖ്യ, പിന്നെ ഹരിജൻ ഒരുപാട് പ്രദേശങ്ങൾ, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടി കഴിയും. മാടായി രാമന്തളി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന മൂലക്കീൽ കടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കടമ്പകളേറെയാണ്. കൊയക്കിൽ രാഘവൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പട്ടാളം എത്രയോ കാലമായി ഇതിനു പിന്നാലെ തന്നെയുണ്ട്. ഇനിയെങ്കിലും ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പാണപ്പുഴ മേനോൻകുന്ന് കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. തകർന്ന റോഡുകളും പൊടിശല്യവും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് റോഡരികിൽ താമസിക്കുന്നവരും. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന റോഡാണ് പാണപ്പുഴ കുറ്റൂർ മേനോൻകുന്ന് പെരുവാമ്പ കാര്യപ്പള്ളി റോഡ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതായാണ് പരാതി. പൊടിശല്യം കാരണം പ്രദേശത്ത് താമസിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിലും റോഡ് കിളച്ചിട്ട് ജില്ലിക്കല്ലുകൾ നിരത്തിയതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ ദേഹത്തേക്ക് തെറിക്കുന്നതും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പം റോഡ് എന്ന് പറഞ്ഞത് ഇത് മൊത്തം ഇളകിക്കിടക്കുന്നു. ഈ 1.5 ഇഞ്ച് ഇളകി കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി പോകുമ്പോൾ പിന്നെ അടുത്ത് നടക്കുന്ന ആളെ പിന്നെ ശരീരത്തിലേക്ക് കല്ല് തെറിക്കുന്നു. അതേപോലെ 1-2 അപകടങ്ങൾ ഉണ്ടായവർ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ കുട്ടികൾ പൊടിപാറിയിട്ട് സ്കൂൾ ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. റോഡ് സൈഡിൽ താമസിക്കുന്നവർക്കൊക്കെ പൊടിയുടെ ശല്യം, അതിരൂക്ഷമായ പൊടിശല്യമാണ്. അതേപോലെ ഒരു പണിയും പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂല. ഈ പല പണികളും നടന്നു തന്നെ രാത്രിയാണ്. ഈ ഓവിചാല് കോൺക്രീറ്റും മറ്റെല്ലാം രാത്രി വന്നിട്ടാണ് ഇവർ നാട്ടുകാർ കാണാത്ത സമയത്താണ് പണി നടന്നിട്ട് പോകുന്നത്. റോഡ് പണി നടക്കാത്തതിനാൽ ഏറെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ റോഡ് ടാർ ചെയ്യുന്ന പറഞ്ഞിട്ട് പല ഭാഗത്ത് ആളെ സ്ഥലവും എടുത്തു, എല്ലാം എടുത്ത് ഇപ്പോൾ വണ്ടിക്ക് തന്നെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പേ ഞാനിപ്പോൾ 10-35 കൊല്ലം ഇവിടെ വണ്ടി എടുക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പേ കട്ട് റോഡാണെങ്കിലും ഒരു തിരിഞ്ഞും മറിഞ്ഞും പോകേണ്ട റോഡ് ഉണ്ടായിന്. ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും നമുക്ക് ആകെയുള്ളൊരു ലൈൻ ബസ്സാണ് ഉണ്ടായിന്. പയ്യന്നൂർ കാര്യപ്പള്ളി ഒരു ബസ്സാണ് ഉണ്ടായിന്, കൃഷ്ണ. ആ ബസ് ഇപ്പം നിലച്ചിട്ട് പകുതി ബൈക്ക് വരെ ഓടുന്നു. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഒരു ട്രിപ്പ് ഓടി ഒരു ട്രിപ്പ് ഓടാൻ പറ്റാത്ത അവസ്ഥയിലായില്ല. അപ്പോൾ ഇത് അനധികൃത എങ്ങനെയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഒന്ന് അഭ്യർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനുവരി 25-26 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ C. കൃഷ്ണൻ നിർവഹിച്ചു. ജാഥ ലീഡർ K. മനോജ് കുമാർ പതാക ഏറ്റുവാങ്ങി. ജനുവരി 25-26 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ C. കൃഷ്ണൻ നിർവഹിച്ചു. സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതിനു വേണ്ടി കൊടിമരം ഈ കരിവള്ളൂരിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അതാണ് ഈ ചടങ്ങ്. അതോടൊപ്പം തന്നെ പതാക പയ്യന്നൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള ഉപ്പു സത്യാഗ്രഹത്തിൻ്റെയും മറ്റും കേന്ദ്രമായ ഉളിയത്ത് കടവിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി പതാകയും കൊടിമരവും കൊണ്ടുപോകുന്ന ഈ ചടങ്ങുകൾ എവിടെ വെച്ച് നടത്തണം എന്നത് സംബന്ധിച്ച്
ജാഥ ലീഡർ കെ മനോജ് കുമാർ പതാക ഏറ്റുവാങ്ങി. ചടങ്ങിൽ പി രമേശൻ അധ്യക്ഷത വഹിച്ചു. വി വി പ്രദീപൻ, കെ നാരായണൻ, കെ സി മഹേഷ്, കെ ശശീന്ദ്രൻ, കെ രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ റേഡിയോ കൗതുകമാകുന്നു. വിനോദ് പെരളം രൂപകൽപ്പന ചെയ്ത റേഡിയോ മാതമംഗലം ബസാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാതമംഗലം മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിലേറെ ശ്രദ്ധേയമാകുന്നത് എന്ന് പറയുന്നത് ഇവിടെ തയ്യാറാക്കിയ റേഡിയോ ആണ്. അതെ, ഇതിനകം തന്നെ ഒരുപാട് ആളുകളുടെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു അല്ലെ നമ്മുടെ റേഡിയോ. അതെ, ഒട്ടനവധി പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും റേഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റേഡിയോയുടെ ഒരു കാലഘട്ടമല്ല ഇത്. ടെലിവിഷന്റെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തത എങ്ങനെയാണ് ഈ റേഡിയോ വ്യത്യസ്തമായ പ്രചരണത്തിന് അന്യം നിന്ന് പോകുന്ന റേഡിയോനെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുപോകുന്നു. തീർച്ചയായും. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ സംഘാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. പേരെന്താ? അനൂപ് അല്ലെ? ഈ പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെ? ഏതൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്? നമ്മൾ ഈ പെരിങ്കളിയാട്ടത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പ്രചരണ കമ്മിറ്റി സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള വിവിധ സബ് കമ്മിറ്റികൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ വിളിച്ചു ചേർത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ വരണം എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സാധാരണ നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം കുറേ കൂടി ഇന്നിപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ തലത്തിലുള്ള പ്രചരണ കമ്മിറ്റി മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം സമാന്തരമായി തന്നെ നമുക്ക് നമ്മുടെ ഒരു സാധ്യത ഒന്ന് പരമാവധി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ പ്രചരണ കമ്മിറ്റി തനതായി ഒരു യോഗം ചേർന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂടിയാലോചനയുടെ ഭാഗമായി നമ്മൾ ആലോചിച്ച് നമുക്ക് നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ഒരു തനിമ കൂടി ഉണ്ടാവുന്ന ഭാഗത്തിൽ ഒന്ന് ഗ്രാമപ്രദേശമാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു തനിമ നമ്മുടെ ഓരോ പ്രചരണത്തിനും ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളത് പ്രചരണ കമ്മിറ്റിയുടെ ആലോചനയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണ പരമ്പരാഗതമായി ചെയ്യുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പൊതുവേ തന്നെ കോടതിയുടെ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഈ പൊതുസ്ഥലങ്ങളിലുള്ള പരസ്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിമിതി നിലനിൽക്കെ ആ പരിമിതിയെ മറികടക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിലുള്ള എന്തിടപെടലാണെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കിങ്ങനെ പ്രചരണ സ്തൂപങ്ങൾ ഒരു 3-4 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് പ്രചരണ സ്തൂപങ്ങൾ നിർമ്മിച്ച് ഈ പെരിങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണം എന്നാലോചിച്ചത്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഈ റേഡിയോ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു ആശയം അന്യം നിന്ന് പോകുന്നതല്ലേ? അപ്പൊ ആ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതാണ്ട് 19 വർഷം മുമ്പാണ് ഇതുപോലൊരു പെരിങ്കളിയാട്ടം ഈ മാതമംഗലം മുച്ചിലോട്ട് നടക്കുന്നത്. അപ്പോൾ അന്ന് ജീവിച്ചിരുന്നവരും അതിന് ശേഷം അതിൽ പല ആളുകളും മരണപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഏതായാലും ഒരു പഴയ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഭാഗത്തിലുള്ള പഴയ മനുഷ്യരുടെ അവർക്ക് കൂടി ഒരു സ്പേസ് കിട്ടുന്ന ഭാഗത്തിലുള്ള ഒരു പ്രചരണം നമുക്ക് നമ്മുടെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നാലോചിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വളരെ വിശാലമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായുള്ള ഒരു സാധനം നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ റേഡിയോയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? റേഡിയോയുടെ പ്രവർത്തനം നമ്മളിപ്പോൾ ഇത് ചെയ്തു വരുന്നത് മുച്ചിലോട്ട് പെരിങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘാടക സമിതി രൂപീകരിച്ച കാലം തൊട്ട് ഇതുവരെ നടന്നിട്ടുള്ള വിപുലങ്ങളായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മറി എന്നുള്ള നിലയിൽ അവിടുത്തെ വാർത്തകൾ പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തയ്യാറാക്കി ആ വാർത്തകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചെറിയ ഒരു അവതരണം കൂടി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെയാണ് ഈ നമ്മൾ പ്രാദേശികമായി നമ്മുടെ നാട്ടിൽ ഉള്ള 1-2 സ്ത്രീകളുടെ അവരുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നാട്ടിപ്പാട്ട്, പഴയ വയലുകളിൽ പണിയെടുക്കുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി ഒരു നാട്ടിപ്പാട്ട് അഭിമുഖം, നാട്ടിപ്പാട്ട് നടത്തുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം ഒരു പഴയ പൂരക്കളിയുടെ പാട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പഴയ നാടക ഗാനങ്ങൾ ഇതോടൊപ്പം വരുന്നുണ്ട്, പഴയ സിനിമാ ഗാനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അവതരണമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അടുത്ത റൊട്ടേഷനുള്ള ഭാഗത്തിൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ഇപ്പോൾ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന പരിപാടികളുടെ ലൈവ് കൂടി
ഈ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യണം എന്നാണ് ഇതിപ്പോ ഉദ്ദേശിച്ചത്. ഏകദേശം എത്ര കേവലം ഒരു ദിവസങ്ങൾക്ക് മുമ്പേ ആക്കിയിട്ടുണ്ടാവും? ഏതാണ്ട് നമ്മളൊരു 10-15 ദിവസങ്ങൾക്ക് മുന്നേ ഇതിന്റെ ഒരു വർക്ക് നടന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധ വർക്കും കാര്യങ്ങളെല്ലാം നടന്ന് വന്നിട്ടുണ്ട്. പക്ഷെ സ്ഥാപിക്കുന്നത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഇത് സ്ഥാപിച്ചത്. ഒരു സ്റ്റിൽ മോഡലിനപ്പുറത്തേക്ക് ഒരുപാട് അറിവ് നൽകുന്ന, പ്രത്യേകിച്ച് പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനുള്ള ഒരു റേഡിയോ ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെ. ഏറെ മനോഹരമായിട്ടുണ്ട്. ഈ പ്രചരണ രംഗത്ത് ഈ റേഡിയോയുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് അല്ലെ. ജനങ്ങളൊക്കെയും തന്നെ കൗതുകമായിക്കൊണ്ട് അവരുടെ മനസ്സിലൊക്കെയും തന്നെ സ്ഥാനം പിടിച്ചുകൊണ്ട് ഈ റേഡിയോ ഇന്നിവിടെ വാഴുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. ഇവിടെ കളിയാട്ട നഗരിയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം KK റെസിഡൻസിയിൽ UV കമ്മാരൻ നഗറിൽ നടന്നു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം KK റെസിഡൻസിയിൽ UV കമ്മാരൻ നഗറിൽ നടന്നു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസി സെല്ല് ചെയ്യണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പ്രീമിയത്തിലുള്ള പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കുറഞ്ഞ പ്രീമിയത്തിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇന്റർമീഡിയറി കോസ്റ്റ് കുറയ്ക്കണം. വളരെ വിചിത്രമായ ഒരു കണ്ടെത്തലാണ്. ഏജന്റുമാർക്ക് ലഭിക്കുന്നതേ നാമമാത്രമായ കമ്മീഷൻ 56 നാഷണലൈസ് ചെയ്തപ്പോൾ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷനിൽ 1% പോലും ഇത്രയും വർഷമായിട്ട് പോലും ഏജന്റുമാരുടെ കമ്മീഷനിൽ വർധന വന്നിട്ടില്ല. എന്നാൽ ഈ LICയിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ഇതര തൊഴിലാളികൾക്ക് നോക്കുകയാണെങ്കിൽ ഓരോ 4 വർഷം കൂടുന്തോറും അവർക്ക് പെർമിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റ്സുകളും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എവറി ഇയർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ച് പ്രസിഡന്റ് AK ശ്രീജ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി M ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. CT സത്യനാഥ്, KV ഷാജി, EJ ജോയി, KP ചന്ദ്രൻ, K സജി, VM വിജയൻ, AV കമലാക്ഷൻ അടിയോടി, B ശാന്തമ്മ, T രഘുത്തമൻ, സെക്രട്ടറി VV രമേശൻ, ജോയിന്റ് സെക്രട്ടറി ലതാ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഓഡിയോ വീഡിയോ ആദരവ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 19 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഓഡിയോ വീഡിയോ ആദരവ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 25 മുതൽ 28 വരെ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായിട്ടാണ് അനുബന്ധമായിട്ട് ഒട്ടേറെ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പെരിങ്കളിയാട്ടം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമെല്ലാം വലിയ പ്രാധാന്യമുള്ള ഒന്നായി ഈ മാതമംഗലത്തെ പെരിങ്കളിയാട്ടം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൈരളി TV ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ ദിനേശൻ മറുവൻസ് അധ്യക്ഷത വഹിച്ചു. PV വിനോദ്, NV തമ്പാൻ, രാജൻ പരപ്പള്ളി, PV മോഹനൻ, K ജനാർദ്ദനൻ, PV ബിജേഷ്, M സന്തോഷ്, K പ്രേമരാജൻ, VK സന്തോഷ്, PV മുരളീധരൻ, K മനോജ്, VK വിജയൻ, NB ബാലകൃഷ്ണൻ, KV സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുറ്റൂർ കണ്ണങ്ങാട്ട് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വർഷങ്ങൾക്കു ശേഷം ജനുവരി 25 മുതൽ 28 വരെ നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുറ്റൂർ കണ്ണങ്ങാട്ട് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വാദ്യമേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെയാണ് സാംസ്കാരിക ഘോഷയാത്ര നടന്നത്.
കുട്ടികളും മുതിർന്നവരുമടക്കം നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം ഗോപുര സമർപ്പണ ചടങ്ങ് നടന്നു. പുതുതായി നിർമ്മിച്ച പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം ഗോപുര സമർപ്പണ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ അതിനുള്ള ഒരു പ്ലാൻ ഇവിടെ വെച്ചത് അതും കൂടി തുടങ്ങണം. അതും കൂടി കഴിഞ്ഞിട്ട് പിന്നീട് നവീകരണ കലശം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാഷായിട്ട് സംസാരിക്കുകയും ട്രസ്റ്റി ബോർഡിലെയും അതാത് കാലത്ത് മാറി വരുന്ന ട്രസ്റ്റി ബോർഡും അതാത് കാലത്ത് മാറി വരുന്ന ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും പ്രവർത്തനം തന്നെയാണ് ഇന്ന് ഈ അമ്പലത്തിൻ്റെ വികസനം. യാതൊരു സംശയമില്ല. പിന്നീട് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലെയും വളർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമാതിരി തന്നെ ഞാൻ ഇവിടെ മാസത്തിലൊരു ദിവസം എൻ്റെ സൗകര്യം അനുസരിച്ച് വരാറുണ്ട്. ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ VP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. രജീഷ് കണ്ണോത്ത് സ്വാഗതം ആശംസിച്ചു. നവീകരണ സമിതി ചെയർമാൻ S മുരളീധർ ഷേണായി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ KV സുരേന്ദ്രൻ, KP പ്രദീപ് കുമാർ, MP ചിത്ര, ഈശ്വരൻ KM, RK ശങ്കരനാരായണൻ തിരുമുമ്പ്, സുരേന്ദ്രൻ BP, P ദിനേശൻ, സദനം നാരായണ പൊതുവാൾ, CM വിനോദ്, അമൃതവല്ലി KV, രേഖ കാമ്പ്രത്ത്, C കൃഷ്ണവർമ്മ രാജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. പ്രതിഷ്ഠാദന മഹോത്സവം ജനുവരി 27-ന് സമാപിക്കും. ക്ഷേത്രം ബ്രഹ്മശ്രീ തെക്കിനിടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരി പാടപ്പെട്ട പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുകയാണ്. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് ശിവക്ഷേത്ര സന്നിധിയിലേക്ക് വിളംബര ഘോഷയാത്ര നടത്തിയത്. പ്രതിഷ്ഠാദന മഹോത്സവം ജനുവരി 27-ന് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതുവഴി കടന്നു വരികയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ കൊക്കാനിശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊക്കാനിശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കമ്മീഷൻ ആദ്യം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്കത് ഒന്നും അനുവദിച്ച് കിട്ടിയിരുന്നില്ല. പിന്നീടുള്ള സംഘടനയുടെ നിരവധിയായുള്ള സമ്മർദ്ദമുണ്ട്. നമുക്ക് 80 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് 1000 രൂപ കെയർ അലവൻസ് എന്ന രീതിയിൽ നമുക്ക് അനുവദിച്ചു കിട്ടിയിരുന്നു. എങ്കിലും നമുക്ക് ഈ ആനുകൂല്യങ്ങൾ അനുവദിച്ചുവെങ്കിലും അതിനുള്ള കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും. KSSPU കൊക്കാനിശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. KSSPU കൊക്കാനിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് M ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു.
കെ.വി. രവീന്ദ്രൻ, എൻ.കെ. രാഘവൻ മാസ്റ്റർ, പി.പി. ലക്ഷ്മണൻ, ഇ. പത്മനാഭൻ, എം. സാമുവൽ മാസ്റ്റർ, സി. രാഘവൻ മാസ്റ്റർ, പി. മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാടിയോട്ടുചാലിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മരണപ്പെട്ട ടി.വി. പ്രസാദിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. നിർവഹിച്ചു. കെ.പി.സി.സി. 1000 വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത്. എന്നും എക്കാലവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രവർത്തകരുടെ ആവേശം പ്രിയങ്കരനായ കെ.പി.സി.സിയുടെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കെ.പി.സി.സി. 1000 വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. നിർവഹിച്ചു. ഡി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. അവസ്ഥ എന്താണ്? ഇവരെ നികുതി വർധനവ് നടത്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ 5000 കോടി രൂപയുടെ നികുതി വർധനവ് നടത്തി. എന്താണ് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ജനങ്ങളോട് അവർ പറഞ്ഞത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവിടെ നികുതി കൂട്ടിയാൽ മാത്രമേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ എത്രയാണ്? 1600 രൂപയിൽ നിന്നും ഒരു നക്ക പൈസ കൂട്ടാൻ ഈ ഗവൺമെന്റിന് പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്? കർഷകരുടെ അവസ്ഥ എന്താണ്? തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പി. മുഹമ്മദ് ഷമ്മാസ്, കെ. സുരേഷ് കുമാർ, എ. ബാലകൃഷ്ണൻ, എം. ഉമ്മർ, രവി പൊന്നമ്പയൽ, എ. കെ. രാജൻ, മനോജ് വടക്കൽ, എൻ. അബ്ദുറഹ്മാൻ, എ. രാജീവൻ, കെ. പി. തങ്കമണി, ഉഷ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുതിയ തലമുറക്ക് വേണ്ടി ഭരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? വിലവർദ്ധനവിന്റെ കാര്യം എന്റെ ഡി.സി.സി. പ്രസിഡന്റ് പറഞ്ഞു. എവിടെ എത്തി വിലവർദ്ധനവ്? എവിടെ എത്തി നമ്മൾ? തൊഴിലാളികൾക്ക് കൂലിയുണ്ടോ കൃത്യമായി? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമുണ്ടോ കൃത്യമായി? ആനുകൂല്യങ്ങളുണ്ടോ അവർക്ക്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയ്ക്ക് പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് പി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വർഗീയത, ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത, സാമൂഹ്യനീതി, കാലാവസ്ഥാ വ്യതിയാനം, നവകേരളം, വികസനം എന്നീ ആശയങ്ങൾ മുൻനിർത്തി സമൂഹത്തിലെ അരുതായ്മകൾക്കെതിരെ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുവാനും അനീതിക്കും അസമത്വങ്ങൾക്കുമെതിരെ പ്രതികരിക്കുവാനുമുള്ള ആഹ്വാനമായി പരിഷത്ത് കലാജാഥയായ ഇന്ത്യ സ്റ്റോറി. കലാജാഥയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ പരിപാടി അഡ്വക്കേറ്റ് പി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കലാജാഥയിലൂടെ ഏറ്റവും സർഗാത്മകമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു വെടിക്കവി. ഹൃദയത്തിൽ മനുഷ്യത്വം കുറഞ്ഞു വരുന്നൊരു കാലമാണ്. മനുഷ്യത്വം മാത്രമല്ല, വിവേകവും കുറഞ്ഞു പോകുന്ന ഒരു മലയാളി സമൂഹം നമുക്ക് മുന്നിൽ ഉണ്ടാകുകയാണ്. ലക്ഷ്യത്തിനെ പോലുള്ള സംഘടനകൾ ശാസ്ത്രബോധത്തെ പ്രചരിപ്പിച്ചിട്ട് വളർത്തിയെടുത്തിട്ടുള്ള കേരളീയ പൊതുമണ്ഡലത്തെ വളരെ വളരെ പിറകിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു അത്തരം ആളുകൾക്ക് എന്നതാണ് സമകാലീന അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ സമാധിയിരിക്കുന്നുവെന്ന് ഒരു വിശ്വാസത്തിൻ്റെ തലം ഉണ്ടാകും. കെ. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ. ഗോവിന്ദൻ, എ. എം. ബാലകൃഷ്ണൻ, സി. കൃഷ്ണൻ, എം. രാമകൃഷ്ണൻ, പി. ടി. രാജേഷ്, ടി. വി. വിജയൻ, എ. മുകുന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ഇന്ത്യ സ്റ്റോറി എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുതിയതായി നവീകരിച്ച ക്ഷേത്ര ഓഫീസിന്റെ ഉദ്ഘാടനവും ശിവക്ഷേത്ര കവാടം ചുറ്റുമതിൽ സമർപ്പണവും നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുതിയതായി നവീകരിച്ച ക്ഷേത്ര ഓഫീസിന്റെ ഉദ്ഘാടനവും ശിവക്ഷേത്ര കവാടം ചുറ്റുമതിൽ സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് മധുസൂദനൻ നമ്പൂതിരിപ്പാട് ശിവക്ഷേത്ര കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും സമർപ്പണം നിർവഹിച്ചു.
പുതിയതായി നവീകരിച്ച ക്ഷേത്ര ഓഫീസിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി അശോക അടിക നിർവഹിച്ചു. MV കമലാക്ഷൻ, MV മനോജ്, ET സുരേഷ്, TK കമലാക്ഷൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി നാടകയാത്ര തുടങ്ങി. കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിൽ നിന്നും ആരംഭിച്ച നാടകയാത്ര അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന സന്ദേശമുയർത്തി ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി നാടകയാത്ര തുടങ്ങി. കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിൽ നിന്നും ആരംഭിച്ച നാടകയാത്ര അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു വശത്ത് ലഹരി വസ്തുക്കൾ എക്സൈസ്, പോലീസ് വകുപ്പ് പ്രധാന പോലുള്ള എൻഫോഴ്സ്മെന്റ് വകുപ്പുകൾ പിടികൂടുന്നതിന്റെ വാർത്ത നമുക്ക് കാണാം. മറ്റൊരു വശത്താണെങ്കിൽ ലഹരി ഉപയോഗിച്ച ആളുകൾ അവരുടെ അമ്മമാരെ പോലും വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ മറ്റ് വേറൊരു വശത്ത് കാണാം. നമുക്ക് അടുത്ത ദിവസം തന്നെ താമരശ്ശേരിയിൽ ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി അയാളെ അമ്മയെ വെട്ടിക്കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി. അതേപോലെ നമ്മുടെ മാലൂർ എന്ന് പറയുന്ന നമ്മുടെ സമീപ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചടങ്ങിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. MV അപ്പുക്കുട്ടൻ, M ശശീന്ദ്രൻ, K ദാമോദരൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടകം അരങ്ങേറി. നാടകയാത്ര 2 ദിവസങ്ങളിലായി വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ന് നിന്റെ തൂറ്റൻ ശബ്ദം നോക്കാൻ സമയമില്ലടോ. ഇന്ന് 3-4 ശവങ്ങളെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്. അധികം വൈകിയ അതൊക്കെ അങ്ങ് ചീഞ്ഞു പോകും. ഒരു ഡോക്ടറെ പണിയെന്ന് പറഞ്ഞാല് ഇറച്ചി വെട്ടുകാരന്റെ പണിയാണോ ഇപ്പം? അത് തന്നെ, ഇത് സമയമില്ല. ഓക്കെ. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി ഹിന്ദു പിന്തുടർച്ചാ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PP സന്ദീപ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി ഹിന്ദു പിന്തുടർച്ചാ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PP സന്തോഷ് കുമാർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കേസ് അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വോയിഡ് ആവും. കാരണം അവരെ സംബന്ധിച്ചോളം അത് വോയിഡ് ആവും. കാരണം അവർക്ക് എപ്പോഴും ആ അവകാശം ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതെപ്പോഴും മനസ്സിലാക്കണം. മുന്നേ മരിച്ച പലരെന്ന് പറയുന്നത് നമ്മൾക്ക് കാര്യങ്ങൾ പറയാതെ മുന്നേ മരിച്ച അവർക്ക് അവകാശം കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളോടത് പറയും. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, മുന്നേ മരിച്ചിട്ടുണ്ടോ, അവരവകാശികളുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ആ കേസിൽ കക്ഷി ചേർത്തിട്ട് മാത്രമേ കേസ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വിധി എപ്പോഴും വളരെ ദുർബലപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് രാജേഷ് പിലാക്കു സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. താഴേക്കുറുന്തിൽ നടന്ന സംഗമം CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം P സജികുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കുടുംബശ്രീ പ്രവർത്തകരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സംഗമം കാങ്കോൽ താഴേക്കുറുതിൽ നടന്നു. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം P സജികുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. P രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ, ഗണേശൻ P, പത്മിനി K, P മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FC-യുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം ജനുവരി 28-ന് തങ്കയത്ത് സംഘടിപ്പിക്കുന്നത്. ജനുവരി 28-ന് വൈകിട്ട് 6 മണിക്ക് തങ്കയം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ഒരുക്കുന്ന വേദിയിൽ നടക്കുന്ന അഖില കേരള മുട്ടിപ്പാട്ട് മത്സരത്തിൽ മലബാറിലെ 13 ടീമുകൾ മാറ്റുരയ്ക്കും. വിജയികൾക്ക് 1ാം സ്ഥാനം നേടുന്ന ടീമിന് 51,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 31,000 രൂപയും ട്രോഫിയും, 3ാം സ്ഥാനം നേടുന്ന ടീമിന് 21,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ടീമിൽ 7 മുതൽ 9 വരെ അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുക. അനുബന്ധമായി ജനുവരി 26-ന് രാവിലെ 9:30-ന്
വനിതകൾക്ക് മൈലാഞ്ചിയിടൽ മത്സരവും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കേക്ക് നിർമ്മാണ മത്സരവും നടക്കും. വാർത്താസമ്മേളനത്തിൽ കെ ഇസ്മയിൽ, AGC ഷംഷാദ്, കെ ഷുക്കൂർ, VP ഷാക്കിർ, KP ഉമ്മർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ M ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡെറിക് എഡ്മണ്ട് ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. ബാഴ്സലോണ ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ ഉറപ്പായും സ്വർണ്ണ മെഡൽ കിട്ടും എന്ന് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രവചിച്ച ആളായിരുന്നു ഡെറിക് എഡ്മണ്ട്. അദ്ദേഹം ഓടാൻ വേണ്ടി കളത്തിലിറങ്ങി. ലോകത്തിലെ എല്ലാ മീഡിയകളും, എല്ലാ പത്രങ്ങളും, എല്ലാ ഫോട്ടോഗ്രാഫർമാരും, എല്ലാ വീഡിയോഗ്രാഫർമാരും അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പങ്കെടുത്തു. സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങി, ഓടിത്തുടങ്ങി. PTA പ്രസിഡന്റ് PC ശ്രീജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളെ പരിശീലിപ്പിച്ച കായികാധ്യാപകൻ കരുണാകരൻ മാസ്റ്റർക്കും കുട്ടികൾക്കുള്ള അനുമോദനവും, ടെലിഫിലിം മികച്ച ബാലതാരം ദുർഗ ഷാജി, കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിച്ച തേജശ്രീ, ജില്ലാതല കലോത്സവ സർഗോത്സവ വിജയികളായ സാത്വിക് CH, അർദ്ധന TV എന്നിവർക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും, സർഗോത്സവ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ K പ്രവീൺ, A ഗംഗാധരൻ, KP ശ്രീജ, K റിജി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിക്കുള്ള കാൽനാട്ടുകർമ്മം നടന്നു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. കാൽനൂറ്റാണ്ടിനു ശേഷം തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിക്കുള്ള കാൽനാട്ട് കർമ്മം കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് നിർവഹിച്ചു. ഞാൻ ജനിച്ച വർഷത്തിലായിരുന്നു 1974 ഈ പെരുങ്കളിയാട്ടം ഇവിടെ നടന്നിട്ടുണ്ടാവുന്നത്. ഇനി ഈ പെരുങ്കളിയാട്ടം ഇപ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് 2050 അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു മനുഷ്യന്റെ ആയുസിൽ ഏറ്റവും കൂടിപ്പോയാൽ 4 പെരുങ്കളിയാട്ടങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി പറ്റും, കൂടാൻ വേണ്ടി പറ്റും. അങ്ങനെ കൂടാൻ വേണ്ടി പറ്റുമ്പോൾ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന 4 പെരുങ്കളിയാട്ടങ്ങളിൽ ഒന്നിൽ എൻ്റെ പേര് കൂടി ഉണ്ടാവും. അതെൻ്റെ ഒരു നിയോഗമാണ് എന്ന് ഞാൻ വിചാരിക്കുക. 4 പെരുങ്കളിയാട്ടങ്ങൾ 25 വർഷങ്ങൾ കൊണ്ട് 100 വയസ്സ് വരെ ഒരു ആയുസ് കണക്കിലെടുക്കാൻ തന്നെയും. പ്രദർശന കമ്മിറ്റി ചെയർമാൻ CT കൃഷ്ണൻ അധ്യക്ഷനായി. കഴകം പ്രസിഡന്റ് VV രാഘവൻ, പെരുങ്കളിയാട്ട സംഘാടക ഭാരവാഹികളായ PV കണ്ണൻ, MV കുഞ്ഞിക്കോരൻ, PV ബാബു, K ശശിധരൻ, PP കുഞ്ഞിക്കണ്ണൻ, മെമ്പർ M സൗധ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 16 വരെയാണ് അഖിലേന്ത്യാ പ്രദർശനം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗ പരിശീലനം സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗ പരിശീലനത്തിന്റെ സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. ഒരു യോഗ ട്രെയിനറെ നമ്മുടെ ആയുഷ് മിഷന്റെ ഭാഗമായി തന്നെ പഞ്ചായത്തിനകത്ത് ലഭിക്കുകയും ഏറെ ആശങ്കകളോടെയാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു യോഗ ക്ലബ്ബ് തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CM സുമതി, NV സജിനി, V പ്രമോദ്, സുനിൽ കുന്നരു, KV ബാലകൃഷ്ണൻ, KP നാരായണൻ, M കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഷൈജു KPക്ക് രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ സ്നേഹോപഹാരം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ അൽ-മുജമ്മ ഉൽ ഇസ്ലാമിയുടെ 33ാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബീരിച്ചേരിയിൽ നിന്നും മുജമ്മ പ്രസിഡന്റ് സയ്യിദ് തൊയ്ബിൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഘോഷയാത്രയിൽ
ജനപ്രതിനിധികളും വിവിധ മഹല്ല ഭാരവാഹികളും പൗരപ്രമുഖരും സമ്മേളന സ്വാഗത സംഘം അംഗങ്ങളും മുജാം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അണിചേർന്നു. വാർഷിക 3ാം സന്നദ്ധാന മഹാസമ്മേളനം 2025 ജനുവരി 24-25 തീയതി അൽ-മുജമ ഉൽ ഇസ്ലാമയുടെ 33ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര തൃക്കരിപ്പൂർ നഗരത്തെ പ്രൗഢമാക്കി. വൈകുന്നേരം 5 മണിക്ക് ബീരിച്ചേരിയിൽ നിന്നും മുജമ പ്രസിഡന്റ് സയ്യിദ് തയ്യിബുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഘോഷയാത്രയിൽ ജനപ്രതിനിധികളും വിവിധ മഹല്ല് ഭാരവാഹികളും പൗരപ്രമുഖരും സമ്മേളന സ്വാഗത സംഘം അംഗങ്ങളും മുജമ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് സമാപനം കുറിച്ച് അഡ്വക്കേറ്റ് MTP കരീം സാംസ്കാരിക പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം MK ഹാജി, ജമാൽ ഹാജി മൈതാനി, VV അബ്ദുള്ള ഹാജി, KM കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ വിതരണം നിലച്ച അവസ്ഥയിൽ. സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. ഇതോടെ കേരളത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായും താറുമാറാകും. പാണപ്പുഴ മേനോൻകുന്ന് കാര്യപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. തകർന്ന റോഡുകളും പൊടിശല്യവും കാരണം പൊറുതിമുട്ടി റോഡിനിരുവശത്തെയും ജനങ്ങൾ. പയ്യന്നൂരിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. ജനുവരി 25-26 തീയതികളിലാണ് KSTA ജില്ലാ സമ്മേളനം നടക്കുന്നത്. കൗതുകമായി മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ റേഡിയോ. വിനോദ് പെരളം രൂപകൽപ്പന ചെയ്ത റേഡിയോ മാതമംഗലം ബസാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.